ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആദ്യമായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാൻ പറ്റിയൊരു കേക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഇതൊരു മാർബിൾ കേക്കാണ് കേട്ടോ. വളരെ സ്പോഞ്ച് ആയിട്ടുള്ള ഒരു കേക്കാണ്. നമുക്ക് വേഗം തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു കേക്ക്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ നമ്മുടെ മിക്സിയുടെ കുട്ടി ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തേക്കുന്നത്. ഈ ഒരു കപ്പിൽ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പഞ്ചസാര നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ആ പഞ്ചസാര ഞാനിവിടെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഈ മുട്ടയും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ അടിച്ചെടുക്കണം. നല്ലൊരു ക്രീം ആ ഒരു പരുവം വരെ നല്ലപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മുട്ടയും പഞ്ചസാരയും കൂടെ ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഫ്ലോർ, ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് മൈദ മാവാണ്. ഞാൻ ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് മൈദ മാവാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഏത് വേണേലും യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പൊടി നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയും പഞ്ചസാരയും കൂടി അടിച്ച ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മുട്ടയും പഞ്ചസാരയും അടിച്ച ആ ഒരു മിക്സിലേക്ക് പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ഇങ്ങനെ ചെയ്ത കാരണം എനിക്ക് കേക്കിൽ കുറച്ച് എയർ ബബിൾസ് ഉണ്ടായി. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തിരിച്ച് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, ഞാനൊരു 2 സ്പൂൺ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അപ്പം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് എടുക്കേണ്ടത്. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ. ഇനി നമുക്കിത് 2ആയിട്ട് മാറ്റിയെടുക്കാം. പകുതി. ഇതിൻ്റെ നേർപകുതി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2ആയിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ബൗളിലേക്ക് നമുക്ക് 1 സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ കൊക്കോ പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കൊക്കോ പൗഡറിന് പകരം കോഫി പൗഡർ ഉണ്ടല്ലോ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, അത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കൊക്കോ പൗഡറിന് പകരം യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയില്ലെങ്കിൽ നമുക്ക് കുറച്ച് പാലൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ രണ്ടും മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ളൊരു പാത്രം എടുക്കാം. ഞാൻ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലൊരു പാത്രമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള പാത്രം വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ബട്ടർ പുരട്ടിയിട്ടുണ്ട്. ഇതിന് പകരം സൺഫ്ലവർ ഓയിലോ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മൈദാമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കേക്കൊന്നും അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ബാക്കി എക്സസ് ആയിട്ടുള്ള പൊടി നമുക്ക് തട്ടിക്കളയാം. അങ്ങനെ നമ്മുടെ കേക്ക് മൗൾഡ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതുപോലെ വൈറ്റ് കളറിലെ ബാറ്ററാണ് ആദ്യം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഡാർക്ക് കളറിൽ ബാറ്റർ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ലെയർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മുടെ വൈറ്റ് കളർ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ ഇതുപോലെ ലെയർ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർ ബബിൾസ് പോകാനായിട്ട്. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇറുക്കലോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു പൂവിൻ്റെ ഷേപ്പിലൊക്കെ വരുന്ന പോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ആദ്യം മുകളിൽ നിന്ന് താഴോട്ട്, പിന്നെ താഴെ നിന്ന് മുകളിലോട്ടും. ഇനി നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം. നമ്മൾ കേക്ക് വെക്കുന്നതിന് മുമ്പ് 5 മിനിറ്റ് ചൂടാക്കി വെക്കാം.
ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഒരു കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഇട്ട് കൊടുത്ത ഉപ്പാണ്. അതാണ് ഇപ്പോൾ ഈ ഒരു കളറിലിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പാത്രം വെക്കാം. അതിൻ്റെ മുകളിൽ നിന്നിട്ട് നമ്മുടെ കേക്ക് ടിൻ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 30 തൊട്ട് 40 മിനിറ്റിനുള്ളിൽ നമുക്ക് കേക്ക് നല്ലപോലെ സെറ്റായി കിട്ടും. അപ്പം ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് ഓപ്പൺ ആക്കി നോക്കുന്നത്. ഇപ്പം കേക്ക് ഞാൻ നല്ലപോലെ വെന്തിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കാം. അപ്പോൾ അതിൽ ഒന്നും തിരിച്ച് മാവൊന്നും വന്നില്ല എങ്കിൽ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്, വെന്തെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു കത്തി ഉപയോഗിച്ച് നമുക്കൊന്ന് വിടിയിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേഗം ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ വന്നിട്ടുണ്ട്, കരിയൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നമുക്ക് കൈ കൊണ്ടിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. നമ്മുടെ കേക്കിൽ കുറച്ച് എയർ ബബിൾസ് വീണിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ തോന്നുന്നു. അപ്പം അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ടയും പഞ്ചസാരയും കൊണ്ടുള്ള ആ ഒരു മിക്സ് ഡയറക്റ്റ് നമ്മുടെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് വന്ന ഒരു മിസ്റ്റേക്കാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മുട്ടയും പഞ്ചസാരയുള്ള മിക്സിലേക്ക് പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നല്ല സോഫ്റ്റ് കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ.